എനിക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറയ്ക്കോ അതിൻ്റെ അടുത്ത തലമുറയ്ക്കോ മറ്റേത് രാജ്യത്തെയും മനുഷ്യർക്ക് യാത്ര ചെയ്യുന്ന അതേ സ്പീഡിൽ യാത്ര ചെയ്യാൻ അവകാശമുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചൈനക്കാരന് മണിക്കൂറിൽ 400 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അവനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും അത് വേണം. ഇന്ത്യക്കാരനായിരുന്നു വിമാനം കണ്ടുപിടിച്ചതെങ്കിൽ അതിന് 200 കിലോമീറ്റർ സ്പീഡ് മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുമായിരുന്നോ? ബോയിങ് വിമാനത്തിന് 800-900 കിലോമീറ്റർ സ്പീഡിൽ പറക്കുമ്പോൾ അതിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ? അപ്പോൾ വിമാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര സ്പീഡായാലും കുഴപ്പമില്ല. മറ്റ് ഗതാഗത സംവിധാനത്തിന് വേണ്ടാന്ന് തീരുമാനിച്ചത് ഏത് വിദഗ്ധനാണെന്ന് എനിക്കറിയാൻ കൊള്ളാം. അടുത്ത വരുന്ന തലമുറകൾക്ക് 100 കിലോമീറ്റർ മതി സ്പീഡ് എന്ന് തീരുമാനിച്ച ആ ദീർഘദർശി ആരാണ്? പേര് പറയൂ. അതോ ഏതോ ഒരു മരമണ്ടൻ ഇരുന്ന് അയാളുടെ പറമ്പിൽ പോകാനും അയാളുടെ പാടത്ത് പോയി ഇറക്കാനും അല്ലെങ്കിൽ അയാളുടെ ആ പഞ്ചായത്തിൽ തന്നെയുള്ള പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്ക് ഇനി ട്രെയിനിലും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അയാൾ എടുത്തതാണോ അതിന് വരാനിരിക്കുന്ന തലമുറകളൊന്നും സ്പീഡിൽ യാത്ര ചെയ്യേണ്ടതെന്ന്? ഈ അതിനെ എതിർക്കുന്നവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഒരു 50+ അല്ലെങ്കിൽ 60+ ആയ ആളുകളാണ് ഈ പ്രോജക്റ്റിനെ ഏറ്റവും അധികം എതിർത്തത്. എന്നാൽ ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടുന്നത് യങ്സ്റ്റേഴ്സിനാണ്. ബിക്കോസ് ദേ ഫ്യൂച്ചറിസ്റ്റിക് ആണ് പ്രോജക്റ്റ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കൊച്ചിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ജോലി, നാളെ നിങ്ങളെ കോഴിക്കോട് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നിരിക്കട്ടെ. നിങ്ങളിവിടെ വീടും പണിതു, നിങ്ങളുടെ കുട്ടികളെ ഇവിടെ സ്കൂളിലും ചേർത്തു, ഭർത്താവിന് ഇവിടെ തന്നെ ആണ് ജോലി. നിങ്ങൾക്ക് രാവിലെ ട്രെയിനിൽ കയറി 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് പോയി ജോലി ചെയ്യാമെന്നും വൈകിട്ട് 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം ഈ വീടെല്ലാം വിറ്റ് വേറെ വീടും വെച്ച് കുട്ടികളുടെ ട്രാൻസ്ഫറും മേടിച്ച് ഇതൊക്കെ അനുഭവിക്കുകയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം മനസ്സിലാവുള്ളൂ. അല്ലാതെ സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു പലചരക്കട ഇട്ടിരിക്കുന്നയാൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിലെ പള്ളിക്കൂടത്തിൽ ജോലി കിട്ടിയ ഒരാൾക്ക് ഇനി എങ്ങോട്ടും പോകണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഈ വർത്തമാനം പറയുന്നത്. എൻ്റെ മക്കൾ നാളെ അങ്ങനെ ആവുമെന്ന് കരുതരുത്. ഇതാവശ്യമുള്ള ഗതാഗതം മനുഷ്യന് ആവശ്യമാണെന്നും അതിവേഗത്തിലെത്തേണ്ട മനുഷ്യൻ്റെ ആവശ്യമാണെന്നും തിരിച്ചറിയുന്ന തലമുറയാണ് അടുത്തത്. ഇതൊന്നും അറിയാത്ത രാജ്യങ്ങളാണോ ചൈന? അവിടെ എന്തിന് 450 കിലോമീറ്റർ പോരാ, ഇപ്പോൾ 600 കിലോമീറ്റർ ആക്കാൻ വേണ്ടി അവർ മത്സരിച്ചുകൊണ്ടിരിക്കുക. ട്രെയിനിൻ്റെ സ്പീഡ് 450 ഇപ്പോഴത്തെ സ്പീഡ്. ചൈനയായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നതെന്നൂടെ ഓർക്കണം. നമ്മളുടെ വീരസിംഹം പറയുന്നതെല്ലാം ചൈനയായിട്ട് നമ്മൾ മത്സരിക്കുന്നതാണല്ലോ. ചൈനയെ നമ്മളിപ്പോൾ ഉടനെ പുറകിലാക്കുന്ന ഏത് കാര്യത്തിൽ? അവർക്ക് യാത്രയും കൂടെ ചെയ്യണ്ടേ? ഇനി ഞാൻ സിൽവർ ലൈനിനോ ഗോൾഡൻ ലൈനിനോ ഒന്നുമല്ല ഞാൻ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് സ്പീഡ് വേണം, നല്ല കംഫർട്ടബിളായ ട്രാവൽ വേണം, സുരക്ഷിതമായ ട്രാവൽ വേണം. സ്പീഡിൽ എനിക്ക് എത്തണം, എത്തിയേ പറ്റൂ. എനിക്ക് നല്ല ഇനി വരിക്കുന്ന എല്ലാ തലമുറയ്ക്കും വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റണം, 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് എനിക്ക് കോഴിക്കോട് എത്താൻ പറ്റണം, 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് കണ്ണൂർ എത്താൻ പറ്റണം. അതാണ് ഇന്ന് ലോകത്തിൻ്റെ സ്പീഡ്. അതാണ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഹൈസ്പീഡ് ട്രെയിനിൻ്റെ സ്പീഡ്. അതാണ് ചൈനയിലതാണ്, യൂറോപ്പിലതാണ്, ജപ്പാനിലതാണ്. നമുക്ക് മാത്രം ഇത് വേണ്ടേ? എല്ലാവർക്കും 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് എത്തണം. എന്നാൽ ഹൈസ്പീഡിൽ ഓടുന്ന ട്രെയിൻ പാടില്ല. നമുക്കെല്ലാം 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തണം. എന്നാൽ 6 വരെയുള്ള പാത വരാൻ പാടില്ല, വിമാനത്താവളം വരാൻ പാടില്ല. ശരിയല്ലേ? ഇവിടെ 2 വിമാനത്താവളം ആവശ്യത്തിലധികമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് പുതിയ കാര്യങ്ങളെ എതിർക്കുന്ന ഒരു ഫാഷനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതൊരു തലമുറയുടെ കാര്യമാണ്. ഇനി അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. പുതിയ തലമുറയൊക്കെ മാറി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിശ്വസിക്കുന്ന ഇതാണ്, ഇതെല്ലാം വേണ്ട ഒരു വേറൊരു രാജ്യത്ത് പോയി ജീവിച്ചോട്ടെ എന്നായിരിക്കാം. അപ്പം നമ്മളുടെ ഒരു ഹിപ്പോക്രസി വളരെ കൂടുതലുണ്ട് നമുക്ക് പല കാര്യങ്ങളിലും. ഇപ്പം നമ്മളിതൊന്നും വേണ്ടാന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന വിദേശ രാജ്യം ഏതാ? മലയാളി അറിയോ? വെക്കേഷന് തായ്ലൻഡാ. ഏറ്റവും കൂടുതൽ മലയാളികൾ വിദേശയാത്ര ഇവനെ ഹരിശ്രീ കുറിക്കുന്ന തായ്ലൻഡിൽ പോയിട്ടാ. പിന്നെയാണ് യൂറോപ്പിലൊക്കെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളെ പറ്റി പറഞ്ഞു, ആൽപ്സ് മൗണ്ടൻസിനെ പറ്റിയും പറഞ്ഞു. ഈ നമുക്കിവിടെ ഇതൊരു ഭയങ്കര റൊമാൻറ്റിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ഇമോഷണൽ കണക്ട് ഉണ്ട്. ആ രീതിയിലാണ് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിനെ കാണുന്നത്. യൂറോപ്പില് ആർക്ക് ഇമോഷണൽ കണക്ട് ഉണ്ടെന്നായി പറയുന്നത്? പിന്നെ എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പശ്ചിമഘട്ടത്തിലെ കുറേ പട്ടണങ്ങളൊന്ന് പോയി കണ്ടാൽ മനസ്സിലാവും. ഇത്രയും വൃത്തികെട്ട, ഇത്രയും മാലിന്യം ഒഴുക്കുന്ന, ഇത്രയേറെ ഇൽ ട്രീറ്റഡ് ആയിട്ടുള്ള മലനിരകളെ സംരക്ഷിക്കുന്ന ഏതാ ലോകത്ത് രാജ്യമുള്ളത്? ആ മൂന്നാറിൻ്റെ ഓട മുഴുവൻ ആ നദിയിലേക്കല്ലേ? മൂന്നാർ ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെയുള്ള സർവ്വ ചായക്കടയുടെയും ലോഡ്ജിൻ്റെയും വേസ്റ്റ് മുഴുവൻ മുതിരപ്പുഴയാറ് എന്നൊക്കെ പറഞ്ഞ് ഇതിലേക്കല്ലേ ഒഴുകുന്നത്.
ഇത്രയും വൃത്തികേടായിട്ട് എന്നിട്ടാണോ നമ്മൾ ഈ പ്രകൃതി സ്നേഹം പറയുന്നത്? നിങ്ങൾ ആൽപ്സിലേക്ക് ചെല്ലൂ, കാണൂ, എവിടെയാണുള്ളത്? അവിടെ ഈ ടണൽസും ഒരുപാട് Yes. ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും എൻവയോൺമെന്റ് അഫക്ട് ചെയ്യാത്ത രീതിയിലാണോ അവിടെ അതാണ് ഈ നടക്കുന്നത്? മനുഷ്യന്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏത് കാര്യത്തിനെയും ഇപ്പം ഗ്യാസ് സ്റ്റൗ, ഒരു കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരുന്ന, സ്ത്രീകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചും പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചുമായിരിക്കും. ഇപ്പോൾ എന്തേ പ്രഷർ കുക്കറൊന്നും പൊട്ടിത്തെറിക്കാത്തത്? ഇപ്പം ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ച് സ്ത്രീകൾ മരിക്കുന്നത് വളരെ കുറവല്ലേ? ഏത് സാധനത്തിനും അപകടം മാത്രമാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അതുണ്ട്, അതിനെ മെരുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനുള്ള സാധ്യതയും ടെക്നോളജിയും ലോകത്തുണ്ട്. എല്ലാ സാധനവും നമ്മൾ ഏറ്റവും അപകടകാരിയായ വസ്തുക്കളെയൊക്കെ മെരുക്കിയല്ലേ എന്ന് നമ്മളെ ടെക്നോളജി എന്ന് പറയുന്നത് അല്ലേ? ഇലക്ട്രിസിറ്റി, അതിനുള്ള അത്ര അപകടം വേറെ എന്തെങ്കിലും സാധനത്തിനുള്ളത്? വേറെ പലതിലും തൊട്ടാൽ അപകടമില്ലല്ലോ, ഇതേ തൊട്ടാൽ അപകടമല്ലേ? അതല്ലേ നമ്മളുടെ നിത്യജീവിതത്തെ ഇന്ന് എല്ലാ തരത്തിലും സന്തുഷ്ടമാക്കുന്നത്. ആ ഒരു സാധനം 1 മണിക്കൂറില്ലെങ്കിൽ തീർന്നില്ല ജീവിതം ഇപ്പോൾ. അപ്പം ഈ പറഞ്ഞ പ്രകൃതിയുടെ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാനുള്ള പരിഹാര മാർഗങ്ങളും അവിടെയുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് തരാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ഹൈവേ പണിയുമ്പോൾ നിങ്ങൾക്ക് 1,00,000 മരങ്ങൾ നഷ്ടപ്പെടുമെന്നിരിക്കട്ടെ, കേരളത്തിന് തെക്ക് മുതൽ വടക്ക് വരെ പണിയുമ്പോൾ. നിങ്ങൾക്ക് ഇന്ന് പല ടെക്നോളജികളുണ്ട്. ഒന്ന്, ഈ മരത്തിന് പകരം തൈ നടുന്നത് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ല, മരം തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ടെക്നോളജികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇന്ന് ലോകത്ത്. അതിനുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ, ഇപ്പോൾ JCB പോലെ മരം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന യന്ത്രങ്ങൾ വാങ്ങാൻ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള യന്ത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? അത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നല്ലേ അർത്ഥം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്, അങ്ങ് ചെല്ലുന്നു, മാന്തുന്നു, പൊക്കിയെടുക്കുന്നു, ഇവർ പറയുന്നതെ കൊണ്ടേ വെക്കുന്നു. ഈ 1,00,000 മരവും തൊട്ടപ്പുറത്തോട്ട് മാറ്റി നട്ടാൽ ആ പ്രശ്നം പരിഹരിക്കില്ലേ ഒരു പരിധിവരെ? തോടുകളെ, നദികളെ തടസ്സപ്പെടുത്തുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം മണ്ണിട്ട് നികത്തി നദികളെ മുഴുവൻ മൂടുകയാണെന്ന്? അവിടെ മുകളിൽ കൂടെ പാലമാക്കിയാൽ പോലെ എൻ്റെ അടി കൂടെ സ്മൂത്തായിട്ട് നദി ഒഴുകിക്കോളില്ലേ? അങ്ങനെയല്ലേ ഇതുവരെയുള്ള എല്ലാ വികസനം വളർന്നിട്ടുള്ളത്. അപ്പം ഏത് പ്രതിസന്ധിക്കും ബുദ്ധിയുള്ള മനുഷ്യന് പരിഹാരമില്ലേ? ഏറ്റവും സിമ്പിളായിട്ട് അടുപ്പിലിരിക്കുന്ന ചൂടുള്ള വസ്തുവിനെ എടുക്കാൻ നമ്മളൊരു തുണിക്കഷ്ണം ഉപയോഗിക്കുന്നു പറഞ്ഞ പോലെയേ ഉള്ളൂ. അതിൻ്റെ വലിയ അർത്ഥത്തിൽ നമുക്ക് ഏത് സാഹചര്യത്തെ അതുപോലെ തന്നെ ടൈം ചെയ്തെടുക്കാം. അതിനൊരു സൊല്യൂഷനും സയൻസ് തരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി തരുന്നുണ്ട്. നമ്മൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി തരുന്ന സൊല്യൂഷൻസിനെ കാണാതെ പ്രശ്നങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ പറയൂ, ഏത് പ്രശ്നത്തിനാണ് പരിഹാരമില്ലാത്തത്? ഇപ്പം നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ സർജറി വേണ്ടി വരും. ആ സർജറി ചെയ്താൽ ആ മനുഷ്യൻ തന്നെ കീറി മുറിച്ച ആ മുറിവിനെ മനുഷ്യൻ ഉണക്കാനും കരിക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സയൻസിന് കഴിവുള്ളത് കൊണ്ടല്ലേ ആ കീറി മുറിക്കുന്നത്. അതിനു പകരം നമുക്ക് സുഖേടുമായിട്ടിരിക്കട്ടെ, ഞാൻ ഏതായാലും കീറി മുറിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ എത്ര നാളായാലും ജീവിക്കും. നമ്മൾ പോസിറ്റീവ് ആകുക. എല്ലാം ദുരന്തമാണ് ലോകത്തെന്ന് ചിന്തിക്കാതിരിക്കുക. എന്തു ചെയ്താലും അത് തെറ്റാണെന്ന് ചിന്തിക്കാതിരിക്കുക. ലോകത്ത് നല്ലതുണ്ടെന്ന് ചിന്തിക്കുക. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് ചിന്തിക്കുക. പോസിറ്റീവ് ആകുക, അതാണ് പ്രധാനം. എന്തുകൊണ്ടായിരിക്കും മലയാളിക്ക് ഇത്രയും നെഗറ്റീവ്സ്? ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ ഒരുപാട് പാടില്ലായ്കൾ അതിന്റെ ഇടയിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് മലയാളി ഇത്രമാത്രം നിഷേധി അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്നത്? എന്തുകൊണ്ടാണ്? അതെനിക്ക് തോന്നുന്നത്, ഈ നമ്മൾ കഴിഞ്ഞ ഒരു 60-70 വർഷം ആദ്യകാലം മുതൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന സമൂഹം, നമ്മളെ വളർത്തി, വീട്ടിൽ വളർത്തുന്നല്ല, സമൂഹം വളർത്തിയത് മുഴുവൻ ഒന്ന് സംരംഭം നടത്തുന്നത് പാപമാണെന്നാണ് പഠിപ്പിച്ചത്. ഒരു 25 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 30 കൊല്ലമോ 40 കൊല്ലം, അല്ലെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനാവണമെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? മാത്രമല്ല, നമ്മുടെ സമൂഹവും നമ്മളും ചിന്തിച്ചെന്താ, ബിസിനസ്സുകാരെന്ന് പറയുന്ന മുഴുവൻ ഇന്നൊരു കള്ളക്കടത്തുകാരനെ കാണുന്ന പോലെയല്ലേ? ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. മക്കളൊക്കെ രക്ഷപ്പെട്ടു, ഒരുത്തം മാത്രം ബിസിനസ്സാ എന്ന് പറയുന്ന ശരി, അതല്ലേ? എന്നാൽ നോക്കൂ, ബിസിനസ്സിലേക്ക് സംരംഭകര് വലിയ വിദ്യാഭ്യാസത്തിനൊന്നും പോകാതെ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ച ചില കമ്മ്യൂണിറ്റികളുണ്ട് കേരളത്തിൽ. അവർ സാമ്പത്തികമായിട്ട് വളരുകയും ഇന്ന് കേരളത്തെ വേണ്ടി വന്നാൽ വിലക്കെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു. ഇത് മാർവാടി കമ്മ്യൂണിറ്റി ഒന്ന് നോക്കൂ. ഗുജറാത്തിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും അവർക്ക് അങ്ങനെ ഒരു മുൻവിധി ഉണ്ടായിരുന്നില്ല. അതിൽ നമ്മളുടെ പൊളിറ്റിക്സൊക്കെ അതിനകത്തൊരു കാരണമായിട്ടുണ്ട്. നമ്മൾ ആ പൊളിറ്റിക്സിലാണല്ലോ വളർന്നു വരുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പാർട്ടിയല്ല ഞാൻ പറയുന്നത്. ആ പാർട്ടിയാണ് മുന്നോട്ട് ആശയം വെച്ചതെങ്കിൽ അതിനെ ചുവടുപിടിച്ചായി മറ്റുള്ളവരെല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാ പാർട്ടികളും, എല്ലാ സമൂഹവും അങ്ങനെയായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ പറഞ്ഞ സംരംഭകത്വം വളരുന്നതിൻ്റെ ഉപോൽപ്പന്നമാണ് അവരുടെ യാത്രകളാണെങ്കിലും
അവരുടെ ആഘോഷങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ആഘോഷം വീട്ടിൽ ഒന്നെങ്കിൽ ഒരാൾ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരാൾ മരിക്കണം, എങ്കിലേ നമുക്ക് ആഘോഷത്തിന് സ്കോപ്പുള്ളൂ വീട്ടിൽ, അല്ലേ? അല്ലാതെ വീട്ടിൽ എവിടെയാ ഒരു മരണാനന്തര 16 അടിയന്തരം അല്ലെങ്കിൽ ചാത്തം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളോ വിവാഹമോ അല്ലാതെ വലിയ ആഘോഷം നമുക്കില്ല. ഫെസ്റ്റിവൽ പോലും നമ്മുടെ വീട്ടിലെ ആഘോഷമല്ലല്ലോ, അത് നാട്ടിലെ ആഘോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ആഘോഷിക്കുന്നത് തെറ്റ്, സംരംഭങ്ങൾ നടത്തുന്നത് തെറ്റ്, പണമുണ്ടാക്കുന്നത് പോലും തെറ്റ്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ഏറ്റവും ആരാധ്യരായ വ്യക്തികൾ പലരും പുത്തൻ ഷർട്ടിട്ട് മേടിച്ചിട്ട് കീറിയിട്ടിടേണ്ടി വരുന്നത്. അതാലോചിച്ച് നോക്കൂ. മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ, കയ്യടി മേടിക്കാൻ പുതിയ ഷർട്ട് ഇടുന്നതിനേക്കാൾ കീറിയ ഷർട്ട് ഇടുന്നത് നല്ലതെന്ന് ചിന്തിച്ചാൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണുമോ സമൂഹം? കാണില്ല. അപ്പം ഇതെല്ലാം ചേർന്ന ഒരു സൈക്കോളജി നമ്മളുടെ സമൂഹത്തെ ഇത്തരം പല പോസിറ്റീവായി ചെയ്യാമായിരുന്ന കാര്യങ്ങളിൽ നിന്നും വിലക്കി. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കാവുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് മലയാളിയുടെ ഈ എൻവയൺമെന്റലിസത്തെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ഏതൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോഴും പശ്ചിമഘട്ടത്തെ പറ്റി ഒരു 10 കവിതകൾ ഇവിടെ ഇറങ്ങും. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണും? താങ്കൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, യൂറോപ്പിലെ ആൽപ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചസും വന്നിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഇവിടെ അനുവദിക്കുകയോ, ഇവിടെ കവിതകളാണ്, ഏത് പ്രോജക്റ്റ് വരുന്നതിന് മുന്നേ 10 കവിതകളാണ് ഇവിടുത്തെ ഒരു മാൻഡേറ്ററി പ്രോസസ്സാണത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണും? ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവർ കിടക്കുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഇത് ഏറ്റവും കൂടുതൽ ഇത്തരം കവിതകളൊക്കെ എഴുതുന്ന സ്ഥലം വേറെ ലോകത്ത് എവിടെയാണ് ഉള്ളത്? ലാറ്റിൻ അമേരിക്ക അല്ലേ? അപ്പം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ മതി. എന്നാൽ ഏറ്റവും കൂടുതൽ വനം നശിക്കുന്നത് ബ്രസീലിലുമാണ്. ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളൊരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിൽ ഫിലിം എടുക്കാത്തവരായിരിക്കില്ലേ അവിടെ ഏറ്റവും വർണ്ണശബളമായിട്ട് സംസാരിക്കുകയും വേഷം കെട്ടുകയും ചെയ്യുന്നവർ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ. സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്തവരൊക്കെ ഒതുങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയിട്ട് പോകുന്നേ ഉണ്ടാവുള്ളൂ. യൂറോപ്പ് എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ എൻവയൺമെന്റിനെ എഫക്ട് ചെയ്യാതെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അവർ സാധ്യമാക്കുന്നത്? അവിടെ ഈ വ്യക്തമായ ഒരു നിയമമുണ്ട്. ഇപ്പം അവർ എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടാവാം. പക്ഷേ അവിടെ ഒരു പൊതുബോധം, ഈ പറഞ്ഞ പാട്ടെഴുത്തും കവിതയെഴുത്തും തെരുവ് നാടകത്തിനും അപ്പുറം അവിടെ ഇതൊക്കെയുണ്ട്. ഞാൻ ഈ ബ്രസീൽ ബെർലിനിൽ ഒരു കോവിഡിന് തൊട്ട് മുമ്പ് യാത്ര ചെയ്യുമ്പോൾ അവിടെ ബെർലിനിലെ ഒരു വലിയ ഉദ്യാനമുണ്ട്, ഞാൻ എൻ്റെ പേര് വിട്ടുപോയി. ഈ ഉദ്യാനം മുഴുവൻ കൂടാരം അടിച്ചിരിക്കുക ആളുകൾ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കയറി ചെന്നു. അപ്പോൾ ഞാൻ ക്യാമറയായിട്ട് കയറി ചെന്നത് കൊണ്ട് അവർക്കൊരു സ്വീകാര്യത വന്നു. അപ്പോൾ എവിടെ നിന്നാണെന്ന്, ഇന്ത്യയിൽ നിന്നാണെന്നോ, ഇങ്ങനെ ടെലിവിഷൻ ചാനലിന് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്ന ആളാണെന്ന് വന്നപ്പോൾ അവർ സ്വീകരിച്ച് കൊണ്ടുവന്ന് എല്ലാം കാണിച്ചു. യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന പ്രകൃതി സ്നേഹികൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബെർലിനിൽ ഇങ്ങനെ കൂടാരം അടിച്ച് വൈകുന്നേരം കലാപരിപാടികൾ നടത്തുന്നു. ഇതൊക്കെയുണ്ട്. അപ്പം ഇതൊക്കെ സമൂഹത്തിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട്, അല്ലെങ്കിൽ ഒരു ഇത്തരം ആശയങ്ങളും ചിന്തകളും മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹമായിട്ടുണ്ട്. ആ സമൂഹം അവിടെയുണ്ട്. പക്ഷെ അവരുടെ എണ്ണം തുലവും കേരളത്തിൽ അതിനെ അനുകരിച്ച് നമ്മൾ ചെയ്യുന്ന കൂടുതലും അങ്ങനെയാണെന്നുള്ളതാണ്. ഒരു ചെറിയൊരു ശതമാനം അത് വേണം എപ്പോഴും. കാരണം അല്ലെങ്കിൽ ഇത് പിടിവിട്ടു പോകും. അത് വേണ്ടെന്നല്ല, അതിനെ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? അതൊരു മെഡിസിൻ പോലെയാണ്. നമ്മുടെ പ്രധാന പ്രശ്നം മെഡിസിൻ ആവരുത്. അതാണ് പ്രധാന പ്രശ്നം. മലയാളിയുടെ ഒരു ഹിപ്പോക്രസിയൊക്കെ ഭയങ്കരമായിട്ട് തുറന്നു കാണിക്കുന്നതാണ് സന്തോഷ് ജോർജ് എപ്പോഴും പറയുന്ന സാധനം. പക്ഷെ അതേസമയം താങ്കൾക്കെതിരെയുള്ള ഒരു ക്രിറ്റിസിസം അത് തന്നെയാണ്. താങ്കൾ ഒരു ഭയങ്കര മലയാളി വിരുദ്ധനാണ്. താങ്കളുടെ കൺസ്യൂമറിസ്റ്റിക് കൾച്ചറാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് സന്തോഷിന്റെ ശരിക്കുമുള്ള ഐഡിയ അതിൽ? മലയാളി കൾച്ചർ മോശമാണെന്നാണോ, നമ്മുടെ ട്രഡീഷൻസ് ഒക്കെ മാറേണ്ടതാണെന്നാണ്? എന്താണ് താങ്കളുടെ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. പിന്നെ സന്തോഷ് ജോർജ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ എൻ്റെ നിങ്ങളുടെയൊക്കെ മക്കൾ അവസരം കിട്ടിയാൽ ഈ പാശ്ചാത്യ നാട്ടിലേക്ക് പോകാൻ ഇപ്പോൾ വെമ്പൽ കൊള്ളുന്നതും ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒഴുകുന്നതും. അതിനകത്ത് ആ മറുപടി ഉണ്ടല്ലോ. സന്തോഷ് ജോർജ് പോയിട്ട് തിരിച്ചു വരുന്നെങ്കിലും ഉണ്ട് ഇങ്ങോട്ട്, ഇത്രയും രാജ്യത്ത് പോയിട്ട്. നിങ്ങളുടെയൊക്കെ മക്കൾ, ഈ വിമർശിക്കുന്നവരുടെയൊക്കെ മക്കൾ ഇങ്ങ് തിരിച്ചു വരുമോ? പോയിട്ട് അവരെ ആദ്യം പറഞ്ഞു കൊടുക്കൂ. ഇതൊക്കെ അവർക്കൊരു വിശ്വാസം കൊടുക്കൂ. വിമർശിക്കേണ്ടതില്ല, ഇവിടെ സ്വർഗം തന്നെയാണ് എങ്കിൽ അവരാരും പോവില്ലായിരുന്നല്ലോ. ആ പോയവർ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. അവരുടെ ജീവിതവും അവരുടെ മക്കളുടെ ജീവിതവും തുടർന്ന് ഇനി ഈ നാടിനെ തന്നെ വിസ്മരിച്ച് അവിടെ സെറ്റിലാകുകയാണ്. കാനഡയിലേക്ക് പോയവൻ, US പോയവൻ, UK പോയവൻ, യൂറോപ്പിലേക്ക് പോയവൻ, ന്യൂസിലൻഡിലേക്ക് പോയവൻ, ഓസ്ട്രേലിയയിലേക്ക് പോയവൻ എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല?
നല്ലൊരു ലൈഫ് സ്റ്റൈൽ അവിടെ ഉണ്ടെന്നുള്ളതാണോ റീസൺ? എല്ലാത്തരവും, അതായത് ലൈഫ് സ്റ്റൈലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ആഘോഷങ്ങളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അനുഭവിക്കും അവിടെ ചെല്ലുമ്പോൾ. പല ഇപ്പം അവിടെ നിന്ന് ഇവിടുന്ന് പൊട്ടലും ചീറ്റലും ഒക്കെ നമ്മൾ ഇടയ്ക്ക് വാർത്തയാകുന്നത് ഈ വാർത്ത എന്ന് പറയുന്നത് അസ്വാഭാവികമായി സംഭവിക്കുമ്പോഴാണല്ലോ. ഈ അസ്വാഭാവികങ്ങൾ വളരെ കുറവായതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. നിരന്തരം നടക്കുന്നതെന്ന് വാർത്തയല്ല. ഇപ്പോൾ ഈ സിറിയയിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് നമുക്ക് വാർത്തയില്ലല്ലോ, അല്ലേ? ഉക്രൈനിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്നുള്ള ഇതിൽ നിന്ന് വാർത്തയില്ലാത്ത എന്താ? അവിടെ യുദ്ധമില്ലെന്നാണ് അതിനർത്ഥം. എന്തും പൊട്ടല, പിന്നെ ഇപ്പം എന്ത് വാർത്ത? അതാണ് പ്രശ്നം. അപ്പം വാർത്ത എന്ന് പറയുന്നത് അസാധാരണമായി ഒന്ന് സംഭവിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. അപ്പോൾ അമേരിക്കയിൽ തോക്കെടുത്ത് വെടിവെക്കുന്നു, അവിടുത്തെ അതിന് കാരണമുണ്ട്. അത് ഇപ്പോൾ അമേരിക്കയുടെ എന്താണ് ഒത്തിരി തിന്മകളും അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആരുടെയാ? ആ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യം. അതിന് അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു മറ്റേത് രാജ്യത്തെ ജനങ്ങളെക്കാൾ. അവിടുത്തെ ജനങ്ങളത് നോക്കുമ്പോൾ അത് തെറ്റാണോ? ഇന്ത്യൻ ഭരണാധികാരി ഇന്ത്യയിലെ ജനങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കും ഭാവിക്കും വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നൊരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇന്ത്യക്കാർക്കത് ഇഷ്ടമാണോ അതോ എതിർപ്പാണോ ഉണ്ടാവുക? ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ചെയ്യുന്നത്. അമേരിക്ക അതിനുവേണ്ടി അവർ ചിലപ്പം ഇന്ത്യക്കെതിരെ നിൽക്കും, റഷ്യക്കെതിരെ നിൽക്കും, ഗൾഫ് നാടുകൾക്കെതിരെ നിൽക്കും. പക്ഷെ അവരുടെ ജനങ്ങൾക്കെതിരെ എല്ലാവരും നിൽക്കുന്നത്. ഇതെല്ലാ രാജ്യക്കാരും അത് നോക്കിയാൽ മതി. താങ്കൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സെയിം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയും ഉണ്ട്. വെസ്റ്റിൽ ഒരു യൂറോപ്യൻ കൺട്രിയിലും കിട്ടുകയാണെങ്കിൽ നാച്ചുറലി നമ്മുടെ പ്രിഫറൻസ് യൂറോപ്യൻ കൺട്രി ആയിരിക്കും. അപ്പം അതിൻ്റെ അടുത്ത് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതല്ല, പക്ഷേ യൂറോപ്പ് ഹാസ് മച്ച് മോർ തിങ്സ് ടു ഓഫർ. അതാണ് നമ്മുടെ റീസൺ. അതായത് നമ്മൾ കാര്യങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ടും പ്രൊഫഷണലായിട്ട് സയൻറ്റിഫിക് ആയിട്ടും ഒക്കെ അപ്രോച്ച് ചെയ്യുകയും നമുക്കെല്ലാം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവുകയും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ വീട്ടിലെ കാര്യം എടുക്കുക. കേരളത്തിൽ അത് പുറത്ത് ചർച്ച ചെയ്യാൻ ആദ്യം ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഇവിടെ 2 സ്ത്രീകളുടെ സാന്നിധ്യം എവിടെയുള്ളത്? വീട്ടിൽ ജോലി ചെയ്യുന്നത്, അല്ലെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന പദവി, നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, നമുക്ക് കിട്ടുന്ന പരിഗണന, ഈ പറഞ്ഞ കാര്യങ്ങളിൽ കേരളത്തിലെ എത്ര ശതമാനം സ്ത്രീകൾ പൂർണ്ണ സംതൃപ്തരാണ്? ഇപ്പം പറയണ്ട. എന്നാൽ ഇതേ സ്ത്രീകൾ അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്താൽ ആ നിമിഷം മുതൽ വേറൊരു സ്ത്രീയാകുകയാണ്. ഞാനിത് കണ്ടിട്ടുള്ളതാണ്. അവിടെ ഭക്ഷണം വിളമ്പുന്നിടം പോലെ, പാചകം ചെയ്യുന്നിടം പോലെ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും പാർട്ട്ണർഷിപ്പുമാണ്. ഭാര്യ പാചകം ചെയ്താൽ പാത്രം കഴുകുകയും ഭക്ഷണത്തിന് ശേഷം പാത്രം കഴുകി വയ്ക്കുകയും ചെയ്യുന്ന ഭർത്താവാണ്. എങ്ങനെയാണ് ഇവിടെ വരെ 35 വയസ്സ് വരെ 30 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ച ഒരാൾ അമേരിക്കയിൽ ചെന്ന പിറ്റേ ആഴ്ച മുതൽ സിസ്റ്റം മാറുന്നത് എങ്ങനെയാണ്? അത് ആ സമൂഹം ഉണ്ടാക്കിയ മാറ്റമാണ്. ഇതൊക്കെ അനുഭവിച്ച ഒരു സ്ത്രീ തിരിച്ച് നാട്ടിൽ വന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇങ്ങനെ ഓരോ ആൾക്കും അവരവരുടെ നേട്ടങ്ങളെക്കുറിച്ച്, അവർക്കുണ്ടായ സംതൃപ്തിയെക്കുറിച്ച്, അവർക്കുണ്ടായ ജീവിതത്തിലെ മാറ്റത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവരവിടെ ജീവിക്കുന്നു. അതാണ് കാരണം. അല്ലാതെ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല. കേരളത്തിൽ തൊഴിലില്ലെങ്കിൽ ഇത്രയും ലക്ഷം ബീഹാറികളും ഉത്തരേന്ത്യക്കാരും എങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്? അവരും ദിവസം 1000 രൂപയെങ്കിലും ഉണ്ടാക്കുന്നില്ലേ? എന്ന് വെച്ചാൽ മാസം ഒരു 25,000 രൂപ വരുമാനം ഉണ്ടാകുന്നില്ലേ അവർക്കും? 25,000 രൂപ ഒരു വലിയ സ്കിൽഡ് അല്ലാത്ത, ഒരു വലിയ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാൾക്ക് കൂലി കിട്ടുക എന്ന് പറയുന്നത് മോശമല്ല കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ. പല പ്രൈവറ്റ് കമ്പനികളിലും അത്രയും സാലറി കിട്ടുന്നില്ല പലർക്കും. അപ്പോൾ അത്രയും സാലറി കിട്ടാൻ 35 ലക്ഷം പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടോ തൊഴിലിന് അവസരം ഇല്ലാത്തത് കൊണ്ടോ അല്ലല്ലോ, പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് വലിയൊരു ബോട്ടപകടം ഉണ്ടായി. നമ്മളതിനെ പഴിക്കുന്നതോ അല്ലെങ്കിൽ നിയമം കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഒരു പ്രധാന കാര്യം എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നുള്ളതാണ്. ഈ ലൈഫ് ജാക്കറ്റ് ധരിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ്, ഞാനതിനെതിരല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടത് തന്നെയാണ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. പക്ഷേ ഒരു ബോട്ടിൽ കയറുമ്പോഴേ ലൈഫ് ജാക്കറ്റ് ധരിക്കുമ്പോൾ കിട്ടുന്നൊരു മെസ്സേജ് എന്താണ്? നിങ്ങൾ റിസ്കിലാണെന്നല്ലേ. ഒരു ഉല്ലാസയാത്രയ്ക്ക് കയറുന്ന ആൾക്ക് ആദ്യം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ യൂറോപ്പിൽ ഇപ്പോൾ ഫ്രാൻസിലെ സീൻ നദിയിലൂടെ ബോട്ട് ക്രൂസുകൾ, നിങ്ങൾ വീഡിയോ ഒന്ന് എടുത്ത് നോക്കൂ. അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ ന്യൂയോർക്കിൽ നിന്ന് ബോട്ടിലാണ് എല്ലാവരും പോകുന്നത്. എത്ര പേര് ലൈഫ് ജാക്കറ്റ് ധരിക്കുന്നുണ്ട്? അവർ വിശ്വസിക്കുന്ന ലൈഫ് ജാക്കറ്റിനെ അല്ല, ആ ബോട്ടിനെയും അവിടുത്തെ സിസ്റ്റത്തെയും അതിൻ്റെ ടെക്നോളജി അവർ വിശ്വസിക്കുക. ഇത് മുങ്ങില്ല എന്ന് പറഞ്ഞാൽ മുങ്ങില്ല, അത് തന്നെ കാര്യം. ഈ പറക്കുന്ന വിമാനത്തിൽ നമ്മൾ വിശ്വസിച്ചങ്ങ് കയറിയിരിക്കുകയല്ലേ. ഏത് നിമിഷവും ചാടാൻ റെഡിയായിട്ട് പാരച്യൂട്ടുമായിട്ടാണെങ്കിൽ എല്ലാവരും ഇരിക്കണമല്ലോ അവിടെ, വേണ്ടേ? ഈ എത്തും പിടിയില്ലാതെ ആകാശത്തോടെ പറക്കുന്നൊരു സാധനത്തെ നമ്മൾ പാരച്യൂട്ടും കൈപ്പിടിച്ചോണ്ടല്ല കയറിയിരിക്കുന്നത്.
അപ്പം നമ്മുടെ മെഷീനറിയെ നമ്മൾ എന്ന് ഓഡിറ്റ് ചെയ്യും? ഈ നാട്ടും പുറത്തെ തെങ്ങുംതോപ്പിലിട്ട് പണത് നാട്ടിലെ വെൽഡർ പണതുണ്ടാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടല്ലേ നിങ്ങൾ ലൈഫ് ജാക്കറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്? ഒരു ബ്രാൻഡഡ് ബോട്ട് നിങ്ങൾക്ക് കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഓടിക്കുന്ന കാറിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് ടൊയോട്ടയുടെയാണ് അല്ലെങ്കിൽ മഹീന്ദ്രയുടെയാണ് എന്നുള്ള ബ്രാൻഡിലും അവരുടെ ടെക്നോളജിയിലുള്ള വിശ്വാസമല്ലേ? അല്ലെ നിങ്ങളുടെ നാട്ടും പുറത്തെ ഒരു വർക്ക്ഷോപ്പുകാരൻ ഒരു കാർ ഉണ്ടാക്കി നിങ്ങൾ തന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ഹെൽമെറ്റ് അല്ല ഉരുക്ക് ചട്ടക്കൂടും ധരിച്ച് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. ഈ ചിന്തകളിൽ ഈ മാറ്റം വരണം. നമ്മൾ ഈ പറഞ്ഞു പോയ അവസാനം കൊണ്ടുപോയാണ് ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം നോക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഇടാത്തതുകൊണ്ട് കുഴപ്പമായി എന്നാണ്. ഈ ബോട്ട് ഫിറ്റാണോ? ഈ ബോട്ട് പ്രൊഫഷണലി മെയ്ഡാണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു റോഡിൽ കൂടി ഒരു വാഹനം ബ്രാൻഡഡ് കമ്പനി ഇറക്കാനേ ഗവൺമെൻറ് സമ്മതിക്കും അല്ലേ? നിങ്ങളോ ഞാനോ ഒരു കാർ വെൽഡ് ചെയ്ത് ഇറക്കിയ ലൈസൻസ് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ട് വെള്ളത്തിൽ കൂടെ പോകുന്ന അതിനേക്കാൾ അപകടകരമായ സ്ഥലത്തൂടെ പോകുന്ന ഒരു സാധനത്തിന് ഏതെങ്കിലും ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വേണ്ടേ? അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റി ഉള്ള ഫാക്ടറിയിൽ നിന്ന് വേണ്ടേ ഇതുണ്ടാകാൻ? അങ്ങനെ എത്ര ഫാക്ടറി കേരളത്തിലുണ്ട്? എത്ര ബോട്ട് ബിൽഡേഴ്സ് കേരളത്തിലുണ്ട്? അപ്പം ഇത്തരം അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്കൊന്നും നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കാൻ അത്രയും ചിന്താശേഷി പോലുള്ളവർ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇതൊക്കെയാണ് അവിടെ. നിങ്ങൾ ഉല്ലസിക്കാൻ വരുന്നവരെ ലൈഫ് ജാക്കറ്റ് കെട്ടിച്ച് മസിലും പിടിച്ച് അവൻ പിന്നെ എന്ത് ഉല്ലാസം? നിങ്ങൾ ഒരിക്കൽ ലൈഫ് ജാക്കറ്റ് കെട്ടി വെയിലത്ത് ഒരു മണിക്കൂറൊന്ന് ഇരിക്കാവോ? കേരളത്തിലെ സാഹചര്യത്തിൽ അത് വേണം. പക്ഷേ അതല്ല എല്ലായിടത്തും. എത്രയോ രാജ്യങ്ങളിലൂടെ ഞാൻ പോയതിൽ വികസിതമായ ഒരു നാട്ടിലും ഈ ക്രൂസുകൾക്ക് പോകുന്നത് അങ്ങനെയാണ്. ക്രൂസ് ഷിപ്പിൽ എല്ലാവരും ഇതും കെട്ടിക്കൊണ്ടല്ലേ ഇരിക്കേണ്ടത്? അല്ല. ഗൂഗിളിലൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കോളൂ. സീൻ നദി, ഫ്രാൻസിൽ പാരീസിലെ സീൻ നദി കൂടെയുള്ള ക്രൂസ് ഉണ്ട്. സ്വിറ്റ്സർലൻഡിൽ എത്രയോ തടാകങ്ങളിലൂടെയുള്ള ക്രൂസുകളുണ്ട്. ഇങ്ങനെ പലയിടത്തും. എന്നാൽ റഫ് സീയിൽ നമ്മൾ ഒരു സ്പീഡ് ബോട്ടിൽ ദീർഘദൂരമൊക്കെ പോകുന്ന റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അഡ്വഞ്ചർ ടൂറുകളാണ്. ഈ അഡ്വഞ്ചർ ടൂറുകൾക്ക് നിർബന്ധമായിട്ട് ഇത് വേണം. അഡ്വഞ്ചർ അത് ആദ്യം തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ ടൂറിലാണ്, then you will have to have it. സാധാരണ ക്രൂസ് ബോട്ടുകളിൽ അതിൻ്റെ ആവശ്യമില്ല. ക്രൂസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് അത് സ്റ്റേബിൾ ആയിരിക്കണം. നമ്മുടെ ബോട്ടുകളൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ അരിയും പലചരക്കും സുഗന്ധവ്യഞ്ജനങ്ങളും സ്പൈസസും ഒക്കെ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളാണ് ഇന്ന് ടൂറിസത്തിൻ്റെ നമ്മുടെ പ്രധാന പ്രോഡക്റ്റ് അല്ലേ? ഹൗസ് ബോട്ടായി മാറിയത്. സെയിം ഹള്ള്. ആ ഹള്ളിൻ്റെ പ്രത്യേകത എന്താ? ഒരു വള്ളത്തിൻ്റെ ഹള്ളിൻ്റെ പ്രത്യേകത എന്താ? ഈ വള്ളത്തിൽ എവിടെയാണ് ലോഡ് വെക്കുന്നത്? ഹള്ളിൻ്റെ ഏറ്റവും അടിയിലാണ്, ബോട്ടത്തിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൻ്റെ അടിയിലേക്കുള്ള ഭാഗത്താണ് ലോഡ്. ഈ ഹള്ള് വെള്ളത്തിനടിയിലാണല്ലോ, അവിടെയാണ് ചരക്ക് നിറച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് താഴേക്ക് വലിച്ചു പിടിക്കും, ഇതൊരിക്കലും മറിയില്ല. എന്നാൽ ഇപ്പോഴത്തെ ഹൗസ് ബോട്ടുകളാക്കി കഴിഞ്ഞപ്പോഴോ ഈ ഹള്ളിൻ്റെ മുകളിൽ പലക അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ അടി ഹള്ളെന്ന് പറയുന്നത് വാക്കുമാണ്, മുകളിലാണ് ലോഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒലയും. ഇത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് അത്രയും പോലും ബോധമില്ലെങ്കിൽ ഇത് മറിഞ്ഞല്ലേ പറ്റൂ. സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു കൈൻഡ് ഓഫ് ഫ്ലിംസി ആർഗ്യുമെന്റ് അല്ലേ? കാരണം അങ്ങനെയാണെങ്കിൽ മറ്റു നാട്ടിലും ഒക്കെ നടക്കുന്നുണ്ട്, ബോട്ട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. താങ്കൾ ഈ പറയുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് അവരും ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല താങ്കളുടെ അല്ലെ ബോട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വെറുതെ ഓടുന്ന ഒരു ബോട്ട് മുങ്ങിപ്പോകുമ്പോഴാണല്ലോ കുഴപ്പം. വേറൊരു ബോട്ട് കൂട്ടിയിടിക്കുകയല്ലെന്നതിന് അർത്ഥമില്ല. ചുഴലിക്കൊടുങ്കാറ്റ് വന്നാൽ മറിയില്ലെന്നതിന് അർത്ഥമില്ല. വിമാനം തകർന്നതുകൊണ്ട് എല്ലാ വിമാനവും തകരുന്നില്ലല്ലോ. വെറുതെ പോകുന്ന ഒരു ബോട്ട് മുങ്ങുന്നതിൻ്റെ കഥയായി പറയുന്നത്. ഈ ബോട്ടിനിട്ട് വേറെ ഒന്നും വന്ന് ഇടിച്ചതല്ല, പ്രകൃതിക്ഷോഭം ഉണ്ടായതല്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച സാധനങ്ങൾക്കും അപകടത്തിൽപ്പെടുന്നുണ്ട്. വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഏറ്റവും നല്ല ട്രെയിനുകൾ ഓടുന്ന ജപ്പാനിലും ട്രെയിനുകൾ കൂട്ടിവിട്ടുന്നുണ്ട്. അതൊക്കെ പിഴവുകൾ സ്വാഭാവികമാണ്. അതിനർത്ഥം അതിനെല്ലാം നമുക്ക് മുൻകരുതൽ എടുക്കാമെന്നല്ല അതിനർത്ഥം. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ 2023 കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ കേരളത്തിന്റെ സ്ഥാനം 13ആണ്. കേരളത്തിലേക്ക് ഒരു വരുന്ന ടൂറിസ്റ്റ് എന്താണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്ത് കാണാനാണ് അവർ കേരളത്തിലേക്ക് വരുന്നത്? ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിൽ വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതിനൊരു മാർക്ക് ഇട്ടേക്കും നല്ലത്. 1ാം സ്ഥാനം ഇന്നയാൾക്ക്, 2ാം സ്ഥാനം ഇന്നയാൾക്ക്, 3ാം സ്ഥാനം അങ്ങനെ ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും അല്ല. 50ൽ 1 എന്ന് പറയുന്നത് ഇവരെല്ലാ വർഷവും, ഞാനതിനെ കുറച്ച് കാണുകയല്ല, ഞാൻ പറഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ് നമുക്ക്. ഈ എല്ലാ വർഷവും അൺഎക്സ്പ്ലോർഡ് സ്ഥലങ്ങളെ ഇവർ പരിചയപ്പെടുത്തും. അതായത് സ്ഥിരമായ ആളുകൾ പോകുന്ന ഒത്തിരി ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതാണ് ലോകത്തെ ഏറ്റവും ലീഡിങ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈജിപ്തിലെ പിരമിഡ് നമുക്ക് അവഗണിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണോ? ആമസോൺ നമ്മൾ മോശം സ്ഥലമാണോ? മാച്ചു പിച്ചു മോശം സ്ഥലമാണോ? അതൊന്നും ആ ലിസ്റ്റിൽ കാണില്ല.
അതിനർത്ഥം അതിനേക്കാൾ അതല്ല. സാധാരണഗതിയിൽ ആളുകൾ പോകുന്ന സ്ഥലങ്ങളല്ലാതെ പുതിയ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട നിരവധി സ്ഥലങ്ങളെ ഇവർ പരിചയപ്പെടുത്തും. അങ്ങനെ പരിചയപ്പെടുത്തി ഓരോ വർഷവും സാധനങ്ങൾ ഇറക്കും. അതിൽ പലപ്പോഴും പല പ്രസിദ്ധീകരണങ്ങളും ഈ സാധനങ്ങൾ വരും. അതിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് അതിനെ പ്രയോജനപ്പെടുത്താവുന്ന നല്ലൊരു ടൂളാണ്. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു സാധനമാണ്. കേരളത്തിലേക്ക് വരുന്ന ഒരു വിദേശി ടൂറിസ്റ്റ് എന്താണ് കേരളത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും ഞാൻ പലപ്പോഴും പറയുന്നതും അതല്ല ഞാൻ പറഞ്ഞത്, അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും ഞാൻ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടെ പറയുന്നതായ ഒരു കാര്യം ഒന്ന് തന്നെയാണ്. അതായത് കേരളത്തിൽ ലോകാത്ഭുതങ്ങളില്ല. കേരളത്തിൽ മനുഷ്യൻ നിർമ്മിച്ച സാധനങ്ങളോ പ്രകൃതി നിർമ്മിച്ച സാധനങ്ങളോ അത്ഭുതങ്ങളായിട്ടില്ല. കേരളത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ലൈഫ് സ്റ്റൈലാണ്, കേരളത്തിൻ്റെ ഹെറിറ്റേജ്, കേരളത്തിൻ്റെ ഫുഡ്, കേരളത്തിൻ്റെ ആർക്കിടെക്ചർ, കേരളത്തിൻ്റെ ആർട്ട് ഫോംസ്, കേരളത്തിൻ്റെ സാധാരണക്കാരുടെ ജീവിതം. സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുമ്പോൾ കേരളത്തിലെ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ അവരുടെ ദൈനംദിന ചിട്ടകൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ തൊഴിൽ രീതികൾ, അവരുടെ കൃഷി, ഇതൊക്കെ നടത്തുന്ന യുണീക്കായ സ്ഥലങ്ങൾ ലോകത്ത് അപൂർവമാണ്. ഈ അപൂർവങ്ങളിൽ അപൂർവങ്ങൾ തേടിയാണ് ലോകത്ത് ഇനിയുള്ള ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുക. അത്തരം സ്ഥലങ്ങളെയാണ് ഈ പറഞ്ഞ മാസികകളും ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, യൂറോപ്പിൽ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബർ ഉണ്ടാകുന്നത്, റബ്ബർ ഷീറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റബ്ബർ ടയറിനുള്ള റബ്ബർ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അവൻ കണ്ടിട്ടില്ല. അതായത് പുലർച്ചെ ഒരു 5 മണിക്ക് ഒരാൾ തലയിൽ ഒരു ലൈറ്റൊക്കെ കെട്ടിവെച്ച് ഓരോ മരത്തിൻ്റെയും ചോട്ടിൽ പോയി നിന്ന് ചെത്തി അതിനകത്ത് ഇറ്റിറ്റ് വീഴുന്ന പാല് അതിൻ്റെ പ്രോസസ്സിലൂടെ റബ്ബർ ഷീറ്റാക്കി മാറ്റുന്ന ഒരു പണി എന്ന് പറയുന്നത് തായ്ലൻഡുകാർക്ക് $100 ഒരു ദിവസം കൊടുക്കുന്ന ഒരു ടൂറാണ്. വില്ലേജ് ടൂറിസം, വില്ലേജ് ടൂർ. 2, വിയറ്റ്നാമിൽ നെല്ല് വിതച്ച് ഞാറ് നട്ട് അത് കൊയ്ത് നെല്ല് പുഴുങ്ങി ഉണങ്ങി അരിയാക്കി അത് വൈകുന്നേരം അതിൻ്റെ വിഭവങ്ങളുണ്ടാക്കി നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഒരു 1 ഡേ ടൂറാണ്. കാള പൂട്ടുന്നത് മുതൽ തുടങ്ങും. കാള പൂട്ട അല്ലെ പോത്തിനെ പൂട്ടി ഒരുക്കി ഇതൊരു 1 ഡേ ടൂറാണ്. ഇതേപോലെ നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉൾനാടുകളിൽ മത്സ്യം പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊപ്പമുള്ള ഒരു ഫിഷിംഗ് ടൂർ, ഫിഷിംഗ് സഫാരി എന്നാണ് പലയിടത്തും അറിയപ്പെടുന്നത്. കള്ള് ചെത്തുന്നത്, ലോകത്ത് അധിക സ്ഥലങ്ങളിൽ ഇത്തരം കലാപരിപാടികളില്ല. ഇങ്ങനെ നമ്മുടെ ഗ്രാമീണമായ പല 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 സാധനങ്ങളും ടൂറിസം പ്രോഡക്റ്റാണ്. അതാണ് അതിനകത്ത് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സാധനം. മനസ്സിലായില്ലേ? ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പന്നം, നമുക്ക് വിൽക്കാവുന്ന ഏറ്റവും വലിയ പ്രോഡക്റ്റ്. നമ്മളുടെ മൂന്നാറിലേക്ക് ഇടിച്ചു കയറി വരുന്നത് 90% വിദേശ ടൂറിസ്റ്റുകളല്ല, നോർത്ത് ഇന്ത്യൻസാണ്, പിന്നെ കുറേ മലയാളികളുമാണ്. നമ്മളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സാധനമാണ്. കൾച്ചറും ഹെറിറ്റേജും ഫുഡും ആർട്ടും ആർക്കിടെക്ചറും ലൈഫ് സ്റ്റൈലും എല്ലാം കൂടെ ചേർന്നതാണ് നമുക്ക് എക്കാലവും മാർക്കറ്റ് കിട്ടാവുന്നൊരു സാധനം. ഈ സാധനം നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടും. അതിൻ്റെ കാരണം ഞാൻ പറയാം. ശ്രീലങ്ക ഇതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ. അതിനകത്ത് ആയുർവേദത്തിൻ്റെ ഒരു ബ്ലെൻഡും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് സംഭവം ഒരു വലിയ പ്രോഡക്റ്റായി മാറി. ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഹബ്ബുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകളെ ആകർഷിക്കുന്ന ഒരു വർക്കല കാണും, കോവളം കാണും, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ആകർഷക കേന്ദ്രങ്ങളായിട്ട്. അതിന് ചുറ്റുമുള്ളൊരു 30 കിലോമീറ്ററിലെ ഗ്രാമങ്ങൾ ഈ പറഞ്ഞ ആക്ടിവിറ്റിക്ക് വേണ്ടി ഒരുക്കണം. നമ്മൾ ഈ കേരളത്തിൽ ചെതറിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് ആൾ വന്നിറങ്ങില്ല. ഇത്ര ഒരു 25 ഹബ്ബിൽ ഏതെങ്കിലും ഒന്നേ നമ്മൾ സ്പോട്ടായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇവനെ ഈ പറഞ്ഞ ഇത്തരം എക്സ്പീരിയൻസിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടണം. അതാണ് ഈ ഹബ്ബ് ചെയ്യേണ്ട ജോലി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ് ഇത്. താങ്കൾ ഏത് ലെവൽ വരെ ഗവൺമെന്റിൽ എത്തിച്ചിട്ടുണ്ട്? ഇപ്പം എനിക്ക് ആക്സസിബിലിറ്റി ഉള്ളത് മന്ത്രി വരെയാണ്. എത്രയോ തവണ. ഹീസ് പോസിറ്റീവ്. അല്ല, അപ്പോൾ അവർക്ക് ഇപ്പം മന്ത്രിക്ക് ടൂറിസം മാത്രമല്ലല്ലോ ഉള്ളത്, PWD അതിനേക്കാൾ തിരക്കുള്ള ഒരു വകുപ്പല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കാം. മന്ത്രിക്ക് ഒരു എക്സ്പെർട്ടീസ് ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ജെനുവിൻ താല്പര്യം ഈ ടൂറിസം ഫീൽഡിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ അതിൽ വലിയ എക്സൈറ്റഡ് ആയിട്ട് തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന ആശയങ്ങളൊക്കെ അദ്ദേഹം എഴുതിയെടുക്കുക പോലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
താങ്കൾ ഈ പ്രപ്പോസൽ പറഞ്ഞു ഇതുവരെ 2 വർഷം അല്ല, ഞാനിപ്പോൾ എങ്ങനെ നിങ്ങളോട് പറഞ്ഞോ അതിനേക്കാൾ പഠിച്ചിട്ടും അതിനേക്കാൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടും അതിനേക്കാൾ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ അവതരിപ്പിക്കും. ഇതിപ്പോൾ കാഷ്വലായിട്ട് പറയുന്നല്ലേ. മറ്റേത് ഞാൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് ചെന്ന് അങ്ങനെ സംസാരിക്കുന്ന അങ്ങനെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രോഗ്രഷൻ ഉണ്ടായിട്ടുണ്ടോ? സി ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ പ്ലാനിംഗ് ബോർഡ് മെമ്പർക്ക് ഈ എക്സിക്യൂഷനിലേക്ക് ഇടപെടാൻ വലിയ സ്കോപ്പൊന്നുമില്ല. അവിടെ പിന്നണിയിൽ മിനിസ്ട്രി തലത്തിലോ വകുപ്പ് തലത്തിലോ ഒക്കെ എന്തെങ്കിലും പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് എൻ്റെ അടുത്ത് ബ്രീഫ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഏതാ ഈ ആദ്യത്തെ ഒരു വർഷം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുമായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഭരണത്തിലെ ഈ ടൂറിസം എന്ന് പറയുന്നതിൽ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ നമ്മൾ ഇനിയും കൊടുക്കേണ്ടതാണ്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ കേരള സർക്കാരിന് പണം ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നല്ല സംരംഭകരെ ഇവിടെ വളർത്തിയെടുക്കണം എല്ലാ മേഖലയിലും. അതായത് നമുക്ക് സാധ്യതയുള്ള 2-3 മേഖല എന്ന എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, നല്ല ഡോക്ടർമാരും നഴ്സുമാരും ധാരാളമുള്ളൊരു നാടാണ്. 3 IT, 4 ടൂറിസം. ഈ 4 മേഖലകളിൽ നമുക്ക് നന്നായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരണം. അല്ലാതെ സർക്കാർ ഇപ്പോഴും ബഡ്ജറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് പല സ്ഥാപനങ്ങൾ നടത്തുക, അതെല്ലാം പൊട്ട സ്ഥാപനങ്ങളുമാണ്. എന്നുവെച്ചാൽ അതിനകത്ത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കേണ്ടാത്ത സ്ഥാപനങ്ങളൊക്കെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ലാഭം ഉണ്ടാക്കേണ്ട പ്രസ്ഥാനങ്ങളിൽ പലതും വലിയ പ്രശ്നത്തിലാണ്. ഇപ്പോൾ KTDC തന്നെ എടുക്കാൻ വലിയ ലാഭത്തിലല്ല. അതുണ്ടാക്കാവുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ബോൾഗാട്ടി ദ്വീപിൽ 2 സ്ഥാപനങ്ങൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുണ്ട്. ഒന്ന് ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്ന നമ്മുടെ ഹെറിറ്റേജ് പ്രോപ്പർട്ടി, 2 ഹയത്ത് റീജൻസി എന്ന് പറയുന്ന ഗ്രാൻഡ് ഹയത്ത് എന്ന് പറയുന്ന ഹോട്ടലും. ഇത് തമ്മിലുള്ള കമ്പാരിസൺ എടുത്താൽ മതി. അത്രയും വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത ഇപ്പുറത്തും ഉണ്ട്. ലാൻഡുണ്ട്, ഹെറിറ്റേജ് ഉണ്ട്, പഴയ ബിൽഡിംഗ് ഉണ്ട്, വേണേൽ പുതിയ ബിൽഡിങ്ങും പണിയാം അവിടെ ഈ പറഞ്ഞ ലെവലിൽ. അപ്പം അതിനുള്ള തടസ്സങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കാർ ടൂറിസം സംരംഭങ്ങൾ നടത്തുക അല്ല വേണ്ടത്. ഗൈഡ് ലൈൻസ് കൊടുക്കുക, ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്യിക്കുക. എന്നിട്ട് അവരുടെ ലീസ് എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ വർഷം തോറുമുള്ള വാടക അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ടാക്സ് ഇത് മേടിച്ച് സ്റ്റേറ്റ് വളരുക. സ്റ്റേറ്റ് സ്ഥാപനം നടത്തുകയും ഓരോ വർഷം ഉണ്ടാക്കുന്ന നഷ്ടത്തിന് വേണ്ടി ഖജനാവിലെ പൈസ എടുത്ത് കളയുകയും ചെയ്യുക എന്നുള്ളത് നിർത്തണം. ലോകം ഒരുപാട് കണ്ട ഒരു മലയാളി എടുത്താണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ നെഗറ്റിവിസം ആണോ പ്രശ്നം, അതോ അതിലപ്പുറം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, മർമാണി പെണ്ണ് കെട്ടിയ പോലെ എന്ന് പറയും. ഇവൻ നോക്കുന്നിടത്തെല്ലാം മർമ്മമാ, എങ്ങും തൊടാൻ പറ്റുന്നില്ല. ഇതാണ് മലയാളിയുടെ കുഴപ്പം. മലയാളിക്ക് ഭയങ്കര വിദ്യാഭ്യാസമാണ്, അറിവായതുകൊണ്ട് തൊടുന്നതെല്ലാം മർമ്മം. അപ്പൊ തൊടാൻ പറ്റില്ലല്ലോ. കേരളത്തിലെല്ലാം അതെ മർമ്മ എല്ലാം നിശ്ചയമാ. ഈ അടുത്ത സമയത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡർ പറഞ്ഞത് ഗോവയിൽ പോയി. ഗോവയില് ഈ സൺബാത്ത് നടത്തുന്ന ബീച്ചിൽ ചെല്ലുമ്പോൾ അവിടെ ഈ ഫോറിൻ വിമൻ അവർ സൺബാത്ത് ചെയ്യുന്നവരെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മലയാളിയാണെന്ന് ഉറപ്പിച്ചു. മലയാളിയുടെ ആ കാഴ്ചപ്പാട് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത്. നമുക്കതിവിടെ സൗകര്യം കൊടുത്താൽ ആ പ്രശ്നം തീരും. നമ്മൾക്ക് ഇവിടെ സൗകര്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകും, അത്രേ ഉള്ളൂ. ഗോവയിൽ പോയി നോക്കണം നമുക്ക് നിർബന്ധമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻസിലല്ലേ വളർത്തിയത്. ഒത്തിരി ഞാൻ ഈ പറഞ്ഞ ഈ മുൻവിധികളുടെ ലോകത്താണ് നമ്മൾ വളർന്നത്. അപ്പം നമ്മളെല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഞാൻ സ്ത്രീകളെ നോക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ പരസ്പരം പുരുഷന്മാരെ നോക്കുന്ന സ്ത്രീകളുമുണ്ട്, സ്ത്രീകളെ നോക്കുന്ന പുരുഷന്മാർ. പക്ഷേ 2 കൂട്ടരും അവർ ഒരു അഭിനയത്തിൻ്റെ ലോകത്തല്ലേ ഏറ്റവും കൂടുതൽ സമയം. സമൂഹത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ ഈ സമൂഹം ഇല്ലാത്തടത്ത് ചെല്ലുമ്പോൾ നമ്മുടെ തനി സ്വഭാവം ഇറക്കുന്നത്. അതാണ് ഈ ഗോവയിൽ സമൂഹം ഇല്ല അവിടെ നോക്കാൻ. സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹം എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് പറയും, ഇത് വല്ലാണ്ട് ഇവനെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പം സമൂഹത്തെ പ്ലീസ് ചെയ്യാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രകൃതി സ്നേഹം എടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് കൈയടി കിട്ടും. അവനൊരു ബുദ്ധിജീവിയാ എന്നൊരു തോന്നൽ വരും. സമൂഹം പെട്ടെന്ന് ഇവന് വെളിവുണ്ട് കേട്ടോ എന്ന് പറയും. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നു, ഹൈസ്പീഡ് ട്രെയിൻ വരുന്നു,
അതിനെ പെട്ടെന്ന് എതിർക്കുന്നവൻ ബുദ്ധിയുള്ളവനാവുന്നു. പക്ഷേ 10 കൊല്ലം കഴിയുമ്പോൾ അത് വീണ്ടും വരും, അപ്പോൾ ഇവൻ പരിഹസിക്കപ്പെടും. ഇതൊക്കെ സത്യമാണ്.